അമ്മയിലെ നാണംകെട്ട പോര് അത് തുടരുകയാണ്, സംശയമില്ല. ഇന്നലെയും വിവിധ രാജികൾ സംഭവിച്ചു. രേവതി രാജിവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിനിടയിൽ അൻസിബ ഹസൻ നൽകിയ കേസുണ്ട്. ടിനി ടോമിനെതിരെ നൽകി, ലക്ഷ്മിപ്രിയക്കെതിരെ നൽകി. ടിനി ടോമിനെതിരെ കേസെടുത്തു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ലക്ഷ്മിപ്രിയക്കെതിരെയും കേസെടുത്തിരിക്കുന്നുവെന്നാണ്. ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനെതിരെയും കേസുണ്ട്. തൃപ്പൂണിത്തുറ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലെ SI രേഷ്മ എന്നിവർക്കെതിരെയാണ് കോടതി നിർദ്ദേശപ്രകാരം തൃപ്പൂണിത്തുറ പോലീസ് ഇപ്പോൾ കേസ് FIR എടുത്തിരിക്കുന്നത്. വാട്സപ്പ് സന്ദേശം അയച്ചതിന്റെ പേരിൽ തന്നെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 3 മണിക്കൂറോളം മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് അൻസിബയുടെ പരാതി. ഇതിനിടയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ രേവതിയും പത്മപ്രിയയും താരസംഘടനയിൽ നിന്ന് രാജിവെച്ചത്. അത് മാത്രമല്ല, പരസ്പരമുള്ള വിഴുപ്പിളക്കലൊക്കെ തുടരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. രമേശ് പിഷാരടിയുമായി ബന്ധപ്പെട്ട, ശ്വേതയുമായി ബന്ധപ്പെട്ട ഓഡിയോ പുറത്തു വന്നതിൻ്റെ പ്രശ്നങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഈ താരസംഘടന കടന്നു പോവുകയാണ്. ഡാനി ഇപ്പോൾ ചേർന്ന്. ഡാനി, ഇതിപ്പോൾ ഒരു പരിഹാരവുമില്ലാതെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നീളുകയാണ്. എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരവില്ല. ഇടപെടുന്നില്ല. സീനിയർ താരങ്ങളും ജൂനിയർ താരങ്ങളും ഒക്കെ താരസംഘടനയെ കൈവിട്ട മട്ടാണ്. പ്രമുഖ താരങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തില്ല. അങ്ങനെ ആകപ്പാടെ ഒരു വല്ലാത്ത ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിരുന്നു, അഡ്ഹോക് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിരുന്നു. അവരും പ്രവർത്തനം നിർത്തി സ്ഥലം വിട്ടു. എന്താണ് സംഭവിക്കുന്നത്? അമ്മയിൽ എന്തെങ്കിലും പ്രശ്നപരിഹാരത്തിലുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും കോണുകളിൽ നടക്കുന്നുണ്ടോ? രഞ്ജിത്ത്, നിലവിൽ ഈ പ്രശ്ന പരിഹാരത്തിന് ഒരു സാധ്യതയുമില്ലാത്ത രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ സീനിയർ താരങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ താരങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ നേരിട്ട് രംഗത്തിറങ്ങി ഇത് നിയന്ത്രിച്ചാൽ മാത്രമേ ഒരു പക്ഷേ ഈ വിവാദങ്ങൾ അടങ്ങി അമ്മ അതിൻ്റെ ഒരു പഴയ ഫോർമാറ്റിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഇതാണ് പൊതുവെയുള്ള സിനിമാ രംഗത്തെ ഒരു പറച്ചിലെന്ന് പറയുന്നത്. പക്ഷേ ഇവരാരും തന്നെ ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രതികരണം നടത്തുകയുണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ശ്വേതാമേനോൻ പറഞ്ഞത് തനിക്ക് ഇവരുടെ എല്ലാം പിന്തുണയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അടുത്ത മണിക്കൂറിൽ തന്നെ അൻസിബയുടെ ഒരു പ്രതികരണവും വന്നു. അത് മാത്രം അതിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു മറ്റുള്ളവരും പറഞ്ഞത്. അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ അവർ നേരിട്ട് വ്യക്തമാക്കട്ടെ എന്ന രീതിയിലായിരുന്നു അവരുടെ പ്രതികരണം വന്നത്. ഏതായാലും ഒരാളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പ്രതികരണം വന്നിട്ടില്ല. ഇത് ഓരോ ദിവസം ചെല്ലുന്തോറും ഇത് വഷളാകുന്നു. അതുമാത്രവുമല്ല, ഓരോരുത്തരെ തങ്ങളെ വിളിക്കുന്ന ഫോൺ കോളുകളടക്കം റെക്കോർഡ് ചെയ്ത് അവർ തന്നെ മാധ്യമങ്ങളെ ഏൽപ്പിക്കുന്ന രീതിയിലേക്കെല്ലാം കാര്യങ്ങൾ മാറി. അത്രത്തോളം പരസ്പര വിശ്വാസമില്ലാത്തവരുടെ കൂട്ടമായിട്ട് അമ്മ മാറിയിട്ടുണ്ട്. താരസംഘടന മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇക്കാര്യത്തിലില്ല. ആ രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോയിരുന്നു. ഒരു വശത്ത് കേസുകൾ ആ രീതിയിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് അൻസിബ വേഴ്സസ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതിൽ അൻസിബയ്ക്കെതിരെ ആദ്യഘട്ടത്തിലൊരു പരാതികൾ വന്നു. പിന്നീട് അൻസിബ ആ പരാതിയിലേക്ക് നേരിടാൻ തീരുമാനിക്കുന്നു. അൻസിബ നൽകുന്ന ആ പരാതിയിൽ പോലീസ് നടപടികൾ എടുക്കാതെ വരുമ്പോൾ അത് അൻസിബ കോടതിയിലേക്ക് നീങ്ങുന്നു. കോടതി നിർദ്ദേശപ്രകാരം ഇപ്പോൾ ആ കേസുകൾ വന്നിരിക്കുന്നു എന്നതാണ്. ഒന്ന്, കോടതി നിർദ്ദേശപ്രകാരം ടിനി ടോമിനെതിരായ ആ കേസ് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അൻസിബ കോടതി വഴി നൽകിയ തന്നെ ആ ഹർജി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ ലക്ഷ്മിപ്രിയയ്ക്കും ഭർത്താവ് ജയേഷ്, അതോടൊപ്പം തന്നെ അവിടുത്തെ SI ആയ വനിതാ രേഷ്മ എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കാരണം ഇവരെ മറ്റൊരു പരാതി, ഒരു വാട്സപ്പ് സന്ദേശത്തിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും അപമാനിക്കുകയും ചെയ്തിരുന്നു എന്ന് അൻസിബ ഒരു പരാതി ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിൽ പിന്നീട് പോലീസ് അന്വേഷിക്കുകയും മൊഴിയെടുക്കുകയും ചെയ്തിട്ട് നടപടികളൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അൻസിബ കോടതിയിലേക്ക് പോയത്. തുടർന്ന് ഇപ്പോൾ കോടതി കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകിയ ഉടൻ തന്നെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. ഇനി അതിൻ്റെ ഒരു തുടർ നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്യും. അങ്ങനെ കേസും വക്കാണവുമായിട്ട് ഈ താരസംഘടന വളരെയധികം തന്നെ ആളുകളുടെ ഇടയിൽ അവമതിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെയാണിപ്പോൾ മുതിർന്ന നടി രേവതി, അതോടൊപ്പം തന്നെ പത്മപ്രിയ എന്നിവർ അമ്മയുടെ പ്രാഥമിക അംഗത്തിൽ തന്നെ രാജിവെച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറേ അധികം നാളുകളായി ഇവരെ ഈ അമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു രീതിയിലുള്ള പ്രവർത്തനത്തിലും പങ്കെടുക്കാതെ ഇരുന്നു. അതൊന്ന് നടി ആക്രമണ കേസുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഇവരുടെ ഒരു നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടാണ് അവരതിൽ നിന്ന് നിസ്സഹകരണം പ്രഖ്യാപിച്ച് മാറി നിന്നത്. അവർ പറയുന്നു ഇപ്പോൾ ഉള്ള രാജി ഈ നടക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലുള്ളതല്ല, തങ്ങളുടെ ഒരു ആത്മാഭിമാനം പ്രഖ്യാപിക്കലാണ്. സംഘടനയിൽ മറ്റു മാറ്റങ്ങളോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെയാണ് തങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ രാജിവെക്കുന്നത് എന്നതാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അമ്മയിലെ ഈ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി, കലഹവും എല്ലാം തന്നെ ഇടപെട്ട് പരിഹരിക്കണമെങ്കിൽ മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് രംഗത്തിറങ്ങി മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ എന്നത് ഇപ്പോൾ എല്ലാവരും തന്നെ പറയുന്നു. പക്ഷെ അവരാരും തന്നെ
ഈ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേയായി അത്ര കണ്ട് സജീവമല്ല. ഈ അമ്മയുടെ പൊതുയോഗങ്ങളിൽ വന്നു പോകുന്നവർ മാത്രമാണ്. കാരണം അവർ കൂടി വന്നില്ലെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു കൂട്ടായ്മ നഷ്ടപ്പെടുമെന്ന രീതിയിലാണ് അവർ വരുന്നത്. മറ്റു ഉത്തരവാദിത്തങ്ങളിലേക്ക് അവർ വരുന്നില്ല. ഇനി താരസംഘടനയുടെ കെട്ടുറപ്പിക്കാനായിട്ട് ഇവർ നേരിട്ട് വരേണ്ടി വരും എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. രഞ്ജിത്ത. ഇപ്പോഴാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.